ഡിസംബർ 31-ന് നേരം പുലർന്നു. നിസ്സഹായനായി മായാവി കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. വടിയില്ലാതെ മൂന്നാമത്തെ ദിവസം. എന്തൊരു വിധി! നാളെയെങ്കിലും വടി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ശക്തി എന്നേക്കുമായി നഷ്ടപ്പെടും. പെട്ടെന്ന്, അയ്യോ, അപ്പൂപ്പൻ താടികൾ! 64 അപ്പൂപ്പൻ താടികൾ. ഓടാ, അല്ലാതെന്തു ചെയ്യാൻ? നോ പ്രോബ്ലം, പേടിക്കാത്ത ഒരാൾ നാളെ ഇവിടെ എത്തും. എനിക്ക് ഒളിച്ചിരുന്ന് നിരീക്ഷിക്കാനുള്ളതാ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നേനെ. ശരിയാ, പേടിയുള്ളവർക്ക് പറ്റിയ പണിയാ നിരീക്ഷണം. മറ്റൊരിടത്ത്, സൂത്ര, പീക്രിക്കുന്നിന്റെ താഴെ ആ സിംഹത്തിന്റെ ഗുഹ ഒരു കാക്ക പറഞ്ഞു തന്നതാ. ആ ഗുഹയുടെ കഥ നാളെ തീരും. ജനുവരി 1, അപ്പൂപ്പൻ താടികളെ കണ്ടാൽ പേടിക്കാത്ത ആൾ അതിരാവിലെ എത്തി. മഹാ, വരൂ വരൂ, ഹാപ്പി ന്യൂ ഇയർ. കാപ്പി വേണ്ട, ചായ മതി. അത് മണ്ടൻ സുബ്രു ആയിരുന്നു. ഡുണ്ടുമോന്റെ വീട്ടിലെ വേലക്കാരനാ. ബോസ്, ഇവനാണോ ധൈര്യശാലി? ധൈര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇവൻ പേടിക്കില്ല. കാരണം പേടിക്കാൻ കുറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ? ഇവൻ അതില്ല. മുട്ടത്തല കണ്ടപ്പോഴേ തോന്നി ബുദ്ധി കുറവായിരിക്കുമെന്ന്. വടി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആ കുട്ടൂസൻ ഇവരുടെ കൂട്ടത്തിലില്ലെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. ഇന്നുകൂടി വടി കിട്ടിയില്ലെങ്കിൽ മായാവിയുടെ കഥ കഴിയുന്നു. അപ്പൂപ്പ, അതാ മായാവി. കല്ലെറിഞ്ഞോടിക്കടാ ചെകുത്താനെ. അല്ലേൽ വേണ്ട, ഒന്നുമില്ലെങ്കിൽ ഒരു കുട്ടിച്ചാത്തനല്ലേ. എല്ലാവരും റെഡിയാകൂ, നമ്മൾ പുറപ്പെടുന്നു. അപ്പൂപ്പൻ താടികളെ നേരിടാനുള്ള സംഘം തയ്യാർ. സുബ്രു, ഇവിടെ ഇരുന്നോളൂ, നല്ല കാറ്റും കിട്ടും. ഭംഗിയുള്ള അപ്പൂപ്പൻ താടികളെയും കാണാം. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ന് അവർ ഇവിടെ തന്നെ വരും. എല്ലാവരും കാത്തിരുന്നു. 128 അപ്പൂപ്പൻ താടികളുടെ വരവും കാത്ത്. അപ്പൂപ്പ, ക്ഷീണമൊക്കെ മാറിയല്ലോ, ഇനി പോയി ചാടാം. പേക്കരിക്കുന്നിലെ ആ പാറയിൽ നിന്ന് ചാടിയാ മതി. ശരി, വളരെ ഉപകാരം. ഞാൻ പോയി ചാടി ചത്തിട്ട് വരാം. തുരുമ്പൻ പതുക്കെ പീക്കിരിക്കുന്നിൽ അക്കവും കാണിച്ച സ്ഥലത്തേക്ക് കയറി തുടങ്ങി. ഒരു ചിത്രം പോലും ഈ കാട്ടിലില്ലാത്ത ഞാൻ ചത്താലെന്താ? അതിനോട് ചേർന്ന് മറ്റൊരു കുന്നിനപ്പുറത്തായിരുന്നു സുബ്രുവിനെ മുന്നിലിരുത്തിയുള്ള പരീക്ഷണം. അതോ അവിടെ അവിടെ എന്തോ കാണുന്നുണ്ടോ? ശരിയായിരുന്നു, മരങ്ങൾക്കപ്പുറം ആകാശത്ത് മേഘം പൊട്ടിച്ചിതറിയതുപോലെ കുറെ വെളുത്ത തരികൾ. അവ പതുക്കെ പതുക്കെ കുന്നിനോടടുത്തു. 128 അപ്പൂപ്പൻ താടികൾ എത്തി, അവരെത്തി.